BJP-യുടെ വോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്ക് വല്ലതും ആണോ? നല്ല മാങ്ങയുള്ള മാവ് കാണുമ്പോൾ ഏതൊരാൾക്ക് എറിയാൻ തോന്നും. അതിൽ ഞങ്ങൾക്ക് പറയാൻ മറ്റൊന്നുമില്ല അതിനകത്ത്. ഞാനൊരു കാര്യം ശ്രീ അഭിലാഷ്, എൻ്റെ ബഹുമാനീയനായിട്ടുള്ള സുഹൃത്ത്, കോൺഗ്രസിൻ്റെ സുഹൃത്ത് ശ്രീ വസന്ത് പറഞ്ഞ വിഷയത്തിൽ നിന്ന് തുടങ്ങാം. അതായത് വസന്തിനെ പോലെയുള്ള ആളുകളെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി പല മാധ്യമങ്ങളെ കാണുമ്പോഴും വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പലതും പറയുകയും പിന്നീട് ഇളിഭ്യനായി തിരിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കരുതിയിരുന്നത് അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമുള്ളൊരു ഇഷ്യൂ ആണ് എന്നാണ് ഞങ്ങളൊക്കെ പൊതുസമൂഹം എന്നുള്ള നിലയിൽ ധരിച്ചിരുന്നത്. പക്ഷേ രാഹുൽ ബ്രിഗേഡുമായി നിൽക്കുന്ന വസന്ത് അടക്കമുള്ള ആളുകൾക്കും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള രീതികളാണ് ഉള്ളത് എന്ന് അറിഞ്ഞതിൽ വളരെ ദുഃഖമുണ്ട്. ഞാൻ അദ്ദേഹം എന്നോട് ചോദിച്ച, അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ച കുറേ കാര്യം, ചക്ക പാർട്ടി, മാങ്ങ പാർട്ടി എന്നൊക്കെ അദ്ദേഹം ഒരു പഞ്ചായത്ത് ഭരണമുള്ള ഒരു നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ആളുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് 2 മുന്നണികൾക്കെതിരെ മത്സരിച്ച് ഏതാണ്ട് 30,000-ഓളം വോട്ട് വാങ്ങിയ ഒരു പാർട്ടിയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം തുലനം ചെയ്തപ്പോൾ പറഞ്ഞത് CMPയും ആ പാർട്ടിയും തമ്മിൽ 2020യും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ CMP എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ പറയുന്ന കേരളത്തിനകത്ത് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സീറ്റിൽ 100 വോട്ട് തികച്ചു പിടിക്കാൻ പറ്റുന്ന അംഗബലമുള്ള ഒരു പാർട്ടിയാണോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തെ മാങ്ങ പാർട്ടി, ചക്ക പാർട്ടി, ഇന്നലെയും ഏതൊക്കെയോ മാധ്യമങ്ങളിൽ അദ്ദേഹം ഇത് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ മുന്നണിക്കാണ് സീറ്റ് കൊടുത്തത്. ഞങ്ങളുടെ മുന്നണിയിൽ മാന്യമായി ഞങ്ങൾ 10 ആളുടെ മുന്നിൽ വന്ന് ഞങ്ങളോടൊപ്പം വന്ന് നിന്ന് ഞങ്ങളുടെ മുന്നണിയാണെന്ന് പ്രഖ്യാപിച്ച സാബു എം ജേക്കബിൻ്റെ 2020ക്കാണ് ഞങ്ങൾ ഏത് സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ നിങ്ങളുടെ കൂടെ വന്ന് നിന്ന് കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ കൃത്യമായി കോൺഗ്രസ് ആണെന്നും പറയാൻ സാധിക്കില്ല, CPM ആണോ എന്ന് ചോദിച്ചാൽ കൃത്യമായി CPM ആണോ എന്ന് പറയാൻ സാധിക്കാത്ത എത്രയോ ആളുകൾക്ക് കേരളത്തിനകത്ത് നിങ്ങൾ സീറ്റ് കൊടുത്തു. നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ തലതൊട്ടപ്പൻ, നിങ്ങളുടെ ബുദ്ധി കേന്ദ്രമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന ശ്രീ KC വേണുഗോപാലിൻ്റെ ആലപ്പുഴ ജില്ലയിൽ സുധാകരൻ എന്ന് പറയുന്ന ആൾ മത്സരിക്കുന്നുണ്ട് തെങ്ങുംതോപ്പ് ചിഹ്നത്തിൽ. എന്താ കൈപ്പത്തി ചിഹ്നത്തെ മാറ്റിക്കൊടുത്തത്? എന്താ മറുപടിയില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ CPMൻ്റെ നേതാവായിരുന്ന ഘട്ടത്തിൽ ഒരു പീഡന കേസിൽ പ്രതിയായ ഒരാളെ നിങ്ങളടക്കമുള്ള ആളുകൾ എത്ര വലിയ രീതിയിലാണ് അയാൾ ഒരു സ്ത്രീയുടെ മാനത്തിന് തീവ്രത അളന്ന പാർട്ടിയാണ്, തീവ്രത അളപ്പിച്ച നേതാവാണ് എന്ന് പറഞ്ഞ PK ശശിയെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വസന്ത് അടക്കമുള്ള കോൺഗ്രസ്സുകാർ പറയണ്ടേ, ഈ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന സിദ്ധാന്തം നിങ്ങൾക്കും ആപ്ലിക്കബിൾ അല്ലേ? അന്ന് നിങ്ങൾ CPMനെതിരെ പറഞ്ഞതൊക്കെ ഇന്ന് വിഴുങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു ഘട്ടത്തിൽ ഛർദ്ദിച്ചു വച്ചതൊക്കെ തിരിച്ചെടുക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡീലുകളല്ല നിങ്ങൾ പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ആരൊക്കെ തമ്മിലാണ് ഡീൽ? ഇവിടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നൊരു സഖ്യമുണ്ട്. ഇന്ത്യയിലാകെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുമ്പോൾ ഇന്ത്യ സഖ്യം എന്നുള്ള ഒറ്റ ടാഗിലാണ് അവർ മത്സരിച്ചത്. ഇവിടെ ഇരിക്കുന്ന വസന്തിൻ്റെയും അതുപോലെ തന്നെ ശ്രീ KS അരുൺകുമാറിൻ്റെയും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആരാണ്? ഒരൊറ്റയാളാണ്. അല്ല എന്ന് ഇവർക്ക് 2 പേർക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള വാളയാറിനപ്പുറത്തും അതുപോലെ തന്നെ ഈ പറയുന്ന മഞ്ചേശ്വരം കഴിഞ്ഞാൽ അപ്പുറത്തും കളിയിക്കാവിളയ്ക്ക് അപ്പുറത്തും ഇവർ 2 പേരും ഒന്നാണ്. ഇവർ കേരളത്തിനകത്ത് അഴിമതി നടത്തുന്നതിൽ ഇവർ 2 പേരും ഒന്നാണ്. ഇവർ 2 അല്ല 1 ആണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ശ്രീ അഭിലാഷ്, താങ്കൾ ചിന്തിക്കേണ്ടത്, സ്വർണ്ണക്കൊള്ളയിൽ ഇവർ 2 അല്ല 1 അല്ലേ? ഇവർ കേരളത്തിൻ്റെ 69 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിനകത്ത് കേരളം ഇത്രത്തോളം പിന്നോട്ട് പോയപ്പോൾ ഇവർ 2 പേരും 2 അല്ല 1 ആണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇന്ന് പറയുന്നില്ലേ? അഴിമതിയുടെ കാര്യത്തിൽ ഇവർ 2 അല്ല 1 ആണ് എന്ന് ഇന്ന് കേരളം പറയുന്നില്ലേ? സ്വജനപക്ഷപാതത്തിൻ്റെ കാര്യത്തിൽ, യുവജന വഞ്ചനയുടെ കാര്യത്തിൽ ഇവർ 2 അല്ല 1 ആണ് എന്ന് ഇന്ന് കേരളം പറയുന്നില്ലേ? ആ കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ശ്രീ VD സതീശന് കനുകുലു പറഞ്ഞു കൊടുത്ത ഐഡിയയാണ് ഈ ഡീൽ മാമാങ്കം. ആ ഡീൽ എന്ന് പറയുന്ന, നിങ്ങൾ കൊണ്ടുവരുന്ന ഈ ഡീൽ എന്ന് പറയുന്ന കാപട്യമുണ്ടല്ലോ, കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളിൽ അവർ പറയുന്ന കള്ളങ്ങളെ പൊളിക്കാൻ കിട്ടുന്ന ഓരോ ദിവസത്തെ ഓരോ അവസരത്തെയും ശ്രീ VD സതീശൻ പിണറായി വിജയനും CPMനും വേണ്ടി ഇല്ലാതാക്കി കളയാൻ BJPയെ മറയാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ ഡീലിന്റെ പേരിൽ ഒരു 0.5% സത്യമെങ്കിലും കാണിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. BJPയുടെ ആരോപണം.